Assalamu alaikum. Hello everyone. Welcome back to another beautiful vlog from Sahibas. 2021 October 1 to 10. റിയാദിനെ സംബന്ധിച്ച് ഇതൊരു നോളജബിൾ 10 ഡേയ്സ് ആയിരുന്നു. ലോകത്തെ പലയിടങ്ങളിൽ നിന്നുമുള്ള ബുക്ക് പബ്ലിക്കേഷൻസ് പങ്കെടുത്ത റിയാദ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ 2021. മുൻപും ഇതുപോലെ ബുക്ക് ഫെയർ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം കുറച്ചുകൂടി സ്പെഷ്യലായിരുന്നു നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും. കാരണം ഇത്തവണ മലയാളത്തിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് DC ബുക്സ് കൂടി ഈ ബുക്ക് ഫെയറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ എത്തിയിട്ടും കാർ പാർക്കിങ്ങിന് വേണ്ടി 1 മണിക്കൂറോളം ഒരു ക്യൂ, അതിനുശേഷം ബിൽഡിങ്ങിൻ്റെ പുറത്ത് തവക്കൽന ചെക്കിങ്ങിന് മുൻപുള്ള അരമണിക്കൂറിൻ്റെ ഒരു ക്യൂ, പിന്നീട് മെയിൻ എൻട്രൻസിൽ ബാഗേജ് സ്കാനിങ്ങും കൂടിയുണ്ട്. ടിക്കറ്റ്സ് ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തതാണ്, തവക്കൽന ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ്. അതിനുശേഷവും ഇത്രയും അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നത് എന്ന് പറയുന്നത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എൻട്രൻസിൽ തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഗൈഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ട്രൈ ചെയ്തെങ്കിലും പിന്നെ നമുക്ക് തോന്നി എന്തായാലും നമുക്കിത് ഫുള്ളായിട്ട് നടന്ന് കാണാം. അങ്ങനെ നമ്മൾ എല്ലാ പെവലിയോൺസും ഒന്ന് ചുറ്റി കാണുകയായിരുന്നു. ഗൈഡ് ഇല്ലെങ്കിൽ പോലും ഓരോ ഭാഗത്തും ഏത് ഭാഷയാണ്, ഏത് പബ്ലിക്കേഷൻസൊക്കെയാണ് ഉള്ളത് എന്ന് അവിടെയുള്ള ബോർഡ്സിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എൻട്രൻസിൽ നിന്നും റൈറ്റ് സൈഡിലേക്കായിരുന്നു നമ്മൾ പോരുന്നത്. ആ ഭാഗത്ത് മെയിൻലി അറബിക് പബ്ലിക്കേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഹോളി ബുക്സ്, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഉൾപ്പെടെ ഒരുപാട് അറബിക് ലിറ്ററേച്ചർ വർക്ക്സ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതലൊരു സന്തോഷവും ഒരു സർപ്രൈസുമായിട്ട് തോന്നിയത് അവിടെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഇൻ അറബിക്. ഒരു പക്ഷേ അറേബ്യൻ ലീഡേഴ്സ്, അറേബ്യൻ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷേ ഒരു ഇന്ത്യൻ ലീഡറെ കുറിച്ചുള്ള ബുക്ക് ശരിക്കും ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. മാത്രമല്ല അവിടെ ഹിറ്റ്ലറിനെ കുറിച്ചുള്ള ബുക്ക് കൂടി ഞാൻ കണ്ടിരുന്നു. ഓരോ സെറ്റ് ഓഫ് പാവലിയോൺസിൻ്റെ ഇടയിലും ഒരു റീഡിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ പേരും അതൊരു റെസ്റ്റിംഗ് പോയിൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അറബിക് ലിറ്ററേച്ചറിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ വായിച്ചിട്ടൊക്കെയുള്ള കുറച്ച് സെറ്റ് ഓഫ് ബുക്സാണ്. ജോണത്തൻ സ്വിഫ്റ്റിൻ്റെ ഗളിവർ ട്രാവൽസ്, അതുപോലെ തന്നെ എനിഡ് ബ്ലൈറ്റൺ ബുക്സ്, ഫേമസ് 5, സീക്രട്ട് 7 തുടങ്ങിയ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ബുക്സും പിന്നെ കുട്ടികൾക്ക് പറ്റിയ പോലത്തെ സോഫ്റ്റ് പേജസ് ഉള്ള ബുക്സ് അങ്ങനെയൊക്കെയുള്ളതായിരുന്നു പിന്നെ കണ്ടിരുന്നത്. ആൻഡ് ഹിയർ കംസ് ദ ഓൾ ടൈം ഫാൻറ്റസി ഓഫ് എവ്രി കിഡ്, ഹാരി പോട്ടർ. JK റൗളിങ്സ് ഹാരി പോട്ടറിൻ്റെ കംപ്ലീറ്റ് കളക്ഷൻ, ദ ഫുൾ സെറ്റ് ഓഫ് ബുക്സ് ആയിരുന്നു. ആ ഒരു പാക്കിംഗ് കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയായിരുന്നു. പിന്നെ വായിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല. ഫിക്ഷനും സ്റ്റോറി ബുക്സും മാത്രമല്ല, പഠനാവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ബുക്സ് ഓഫ് സയൻസ്, മെഡിസിൻ, ഹിസ്റ്റോറിക്കലായ ബുക്സ് എല്ലാം തന്നെ അവിടെ പലയിടങ്ങളിലായിട്ട് കണ്ടിരുന്നു. ചില സ്റ്റാളുകളിലൊക്കെ ബൈ 2 get 1 ഫ്രീ ഓഫേഴ്സും ഉണ്ടായിരുന്നു. ബുക്ക് പബ്ലിക്കേഷൻസിൻ്റേത് മാത്രമല്ല, ചില യൂണിവേഴ്സിറ്റീസ്, സിഗ്നിഫിക്കൻ്റ് ആയ ഓർഗനൈസേഷൻസ്, അതുപോലെ സ്പോൺസേഴ്സിൻ്റെയും പിന്നെ ബുക്സ് കൊറിയറായിട്ട് നമുക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അതിന് സൗകര്യം ചെയ്യുന്ന സർവീസസിൻ്റെയും ഒക്കെ തന്നെ സ്റ്റോൾസ് അവിടെ ഇവിടെയായിട്ട് കാണാനുണ്ടായിരുന്നു. ബുക്സ് മാത്രമല്ലായിരുന്നു കേട്ടോ, നിറയെ കൾച്ചറൽ പ്രോഗ്രാംസ്, സെമിനാർസ്, വർക്ക്ഷോപ്സ്, പിന്നെ കിഡ്സ് സ്പെഷ്യൽ ആക്ടിവിറ്റി സോൺ ഒക്കെയും തന്നെ എക്സ്പോൻ്റെ ഭാഗമായിരുന്നു. When you want something, all the universe conspires in helping you to achieve. എല്ലാവർക്കും പ്രിയപ്പെട്ട പോലോ കോലോൻ്റെ ഒരു ഫേമസ് കോട്ടാണ് ഇത്. ബ്രിട്ടാനിയ ബുക്സ് ഓൾറെഡി നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ നെയിമാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ മമ്മി ആദ്യം സ്പോട്ട് ചെയ്തെടുത്തത് പോലോ കോലോൻ്റെ ഒരു ബുക്കായിരുന്നു. This was one of the most beautiful and attractive arrangements in the whole venue. King Faisal recipients over the years from 1979 to 2021. 5 വിഭാഗങ്ങളിലെ കോൺട്രിബ്യൂഷൻസിന് വേണ്ടിയാണ് ഈ ഒരു പ്രൈസ് നൽകപ്പെടുന്നത്. പ്രൈസ് വിന്നേഴ്സിൽ ഇന്ത്യൻസ് ഉണ്ടോ എന്നാണ് ഇങ്ങനെ തിരഞ്ഞു നോക്കുന്നുണ്ടായിരുന്നത്. 1980, 1982, 2004, 2006, 2015 ആൻഡ് 2016 ഇന്ത്യൻ റെസിപ്പിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അത്രയും നേരം കാണാത്തൊരു പ്രത്യേകതരം ക്യൂവും തിരക്കുമൊക്കെ. നോക്കുമ്പോൾ അറേബ്യൻ ഊതിൻ്റെ സ്റ്റോളാണ്, പക്ഷേ അവിടെ അറേബ്യൻ ഗാവയ്ക്ക് വേണ്ടിയുള്ള ക്യൂ ആയിരുന്നു. ആൻഡ് ഹിയർ വി ഗോ ടു അവർ ഫൈനൽ ആൻഡ് ദ പ്രൈം ഡെസ്റ്റിനേഷൻ. സത്യത്തിൽ നമ്മൾ ഈ ഹോൾ വെന്യൂ നടന്നിട്ടും DC ബുക്സ് എവിടെയാണെന്ന് കണ്ടില്ലായിരുന്നു. പിന്നീട് ഗൈഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ലൊക്കേഷൻ കണ്ടെത്തി അങ്ങോട്ട് പോയത്.
റിയാദ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ DC ബുക്സ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര അധികം എക്സൈറ്റഡ് ആയിരുന്നു. സോ ഈ ഒരു സ്റ്റാളിന് വേണ്ടി തിരഞ്ഞ് നടക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി വി റീച്ച്ഡ് ഹിയർ. ആൻഡ് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ വന്നത്, ഇപ്പോൾ 8th ഡേ ആണ്. അപ്പോൾ തന്നെ അറിയാം എത്രമാത്രം റീഡേഴ്സിൻ്റെ, എത്രമാത്രം നമ്മുടെ റിയാദിലെ മലയാളികൾ ഇതിനു വേണ്ടി കാത്തിരുന്നിരുന്നു എന്ന്. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോൾ എംപ്റ്റി ആണെന്ന് തന്നെ പറയാം. ആകെ 2 റോസിൽ വളരെ ചുരുക്കം കുറച്ച് ബുക്സ് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് നമ്മളിതുവരെ വായിച്ചിട്ടില്ലാത്തതും യുണീക്കായിട്ടുമുള്ള നല്ല ബുക്സ് കിട്ടി. ആൻഡ് ഇനിയും നമുക്ക് ഇതുപോലെ DC ബുക്സുമായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിലും എന്തെങ്കിലും എൻക്വയറീസിനും അതുപോലെ ബുക്സിൻ്റെ ആവശ്യവും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളത് ഇദ്ദേഹം നമ്മളോട് പറയുന്നതാണ്. മിസ്റ്റർ ഗോവിന്ദ് ആദ്യമായിട്ടാണ് ഇവിടെ റിയാദിൽ വരുന്നത്. അപ്പം ഞങ്ങളെയും ഒരു ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്സേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഷാർജയിൽ അല്ലെങ്കിൽ UAE ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇപ്പോൾ അവിടെ സ്റ്റോർസായി. പക്ഷേ എന്നിരുന്നാലും ആദ്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വാട്സാപ്പിലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പം ഇവിടെയും അതുപോലെ ഒരെണ്ണം തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു QR കോഡാണ്. സ്കാൻ ചെയ്താൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പറാകാം. അപ്പം ബേസിക്കലി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ബൾക്ക് ഓർഡർ പോലെ തരുവാണെങ്കിൽ ഞങ്ങൾക്കത് ഷിപ്പ് ചെയ്യാൻ പറ്റും. കടൽമാർഗം വരുമ്പോൾ ചീപ്പറാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി ഒരു ബുക്ക് മേടിക്കുമ്പോൾ അതിൻ്റെ ഷിപ്മെൻറ്റ് കോസ്റ്റ് കയ്യാണ്. വേറെ അത് നിങ്ങൾ ഒരുമിച്ചൊരു 10-20 രൂപയ്ക്ക് ഒരു 10 കിലോയ്ക്കുള്ള ബുക്ക് എടുക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് 10 രൂപ അയക്കാം. ഒരാളുടെ കോസ്റ്റ് ഓഫ് ഷിപ്മെൻറ്റ് അത്ര അങ്ങോട്ട് താഴും. ഞങ്ങൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ ഗ്രൂപ്പ് തുടങ്ങി. പിന്നെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇനിയിപ്പോൾ പുതിയ റിലീസസ് വരുമ്പോഴൊക്കെ ഞങ്ങൾ എല്ലാ 2 ആഴ്ച മുമ്പേ ന്യൂ റിലീസസിൻ്റെ ഒരു ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാറ്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. ആദ്യമായിട്ട് ഇവിടെ വന്നു. അങ്ങനെ മുമ്പോട്ട് പോകാം. അടുത്ത കൊല്ലം കുറച്ചുകൂടെ സ്റ്റോൾസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ബുക്ക് സ്റ്റോൾസിൽ ബുക്ക് എത്തിക്കാൻ പറ്റുന്നൊരു പ്രതീക്ഷയുണ്ട്. റിയാദ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ 2021 എക്സ്പീരിയൻസ് അങ്ങനെ ധന്യമായി എന്ന് തന്നെ പറയാം. ആക്ച്വലി റീഡിങ് ഇസ് എ തെറാപ്പി ഫോർ അവർ മൈൻഡ്സ്. നമ്മൾ മൊബൈലിൽ വായിക്കുന്നു അല്ലെങ്കിൽ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കാണുന്നതിനേക്കാളും ഏറെ റീഡിംഗ് എന്ന് പറയുന്നതിൽ ദർ ഇസ് എ സ്പേസ് ഫോർ അവർ ഓൺ ഇമാജിനേഷൻ. നമ്മുടെ ഒരു ബ്രെയിൻ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. സോ ലെറ്റ്സ് ഓൾ റിവൈവ് അവർ ഹാർട്ട്സ് വിത്ത് ഗുഡ് റീഡിംഗ് ആൻഡ് ഗുഡ് ബുക്സ്, ബിക്കോസ് എ ബുക്ക് is a gift you can open again and again.